എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ നിന്ന് വന്ന് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുന്ന ഒരു ഈവനിങ് എപ്പിസോഡ് സീരീസ് നമ്മൾ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 1-2 ആഴ്ചകളായിട്ട് വലിയ പ്രേക്ഷക പിന്തുണയാണ് ആ ഒരു എപ്പിസോഡ്സിന് ലഭിക്കുന്നത്. ഇന്നു മുതൽ കുറച്ച് ദിവസങ്ങളിലേക്ക് നിങ്ങളോട് സംസാരിക്കാനായിട്ട് വരുന്നത് ഏറെ പ്രിയങ്കരനായിട്ടുള്ള മൈത്രേയനാണ്. ജേർണലിസ്റ്റും ഓത്തറുമായ അമിത പ്രകാശ് മൈത്രേയനുമായി നടത്തിയ അഭിമുഖങ്ങളാണ് ഈ ദിനങ്ങളിലെ എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി വരുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് ഇന്ന് അപ്ലോഡ് ചെയ്യുകയാണ്. ബാക്കിയുള്ള എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ആക്കി വെച്ചോളുക. പലപ്പോഴും പല വിഷയങ്ങളിലേക്കും വളരെ ആഴത്തിൽ പോകുന്ന അഭിമുഖമായിരുന്നു മൈത്രേയനുമായിട്ട് ഉണ്ടായിരുന്ന ഒരു അഭിമുഖം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചർച്ചയ്ക്കുള്ള അവസരമുണ്ട്. നിങ്ങളെ അവിടേക്കും ക്ഷണിക്കുകയാണ്. മൈത്രേയൻ എന്ന് പറയുന്ന പേര് മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യം ഒന്നുമില്ല. എപ്പോഴും വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമായ നിലപാടുകളും വ്യത്യസ്തമായ ജീവിതശൈലിയും എല്ലാം വ്യത്യസ്തതയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അത് പേരിൽ തന്നെ ആ ഒരു വ്യത്യസ്ത മൈത്രേയൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തത നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പേര് മൈത്രേയന് അച്ഛൻ അമ്മ അവർ നൽകിയതാണോ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പാതയിൽ ഓക്കെ എനിക്ക് ഈ പേരാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് സ്വീകരിച്ചിട്ടുള്ളതാണോ ഈ മൈത്രേയൻ എന്ന് പറയുന്ന പേര്? മൈത്രേയൻ എന്ന് പറയുന്ന പേര് സ്വന്തമായിട്ട് സ്വീകരിച്ചതാണ്. അത് ഞാൻ സന്യാസ ജീവിതം നയിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു 21 വയസ്സ് തൊട്ട് 31, ഒരു 10 വർഷത്തോളം ഉണ്ട്. ആ സമയത്ത് നാരായണ ഗുരുകുലത്തിൽ നിത്യന്യതിയുടെ കൂടെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് പഠിക്കുന്ന സമയത്ത് ഒരു 2 വർഷം കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ ഈ ബുദ്ധനെ പറ്റിയുള്ള പഠനമൊക്കെ വന്ന സമയത്ത് അടുത്ത ബുദ്ധനാകുക എന്ന് പറയുന്നത് മൈത്രേയനാണ്. അപ്പം അതിനെപ്പറ്റി ഇങ്ങനെ മനസ്സിലായപ്പോൾ ആ പേര് മാറ്റി അന്നത്തെ ഒരു ലോകവീക്ഷണത്തിനകത്ത് ബുദ്ധൻ്റെ അടുത്ത പിൻഗാമിയാകുന്നതിനൊരു കൊതിയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട ആ പേര് മാറ്റാനായിട്ട് ഞാനിങ്ങനെ എൻ്റെ പേര് മാറ്റാനായിട്ട് ഞാൻ ശ്രമിച്ചു. അത് ഏതിയോട് പറഞ്ഞപ്പോൾ ഇത് ഒരു ചടങ്ങൊക്കെ നടത്തി അന്നിങ്ങനെ പേര് മാറ്റുന്നൊരു ചടങ്ങ് ഊട്ടി ഗുരുകുലത്തിൽ വെച്ച് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്ന് ഒഫീഷ്യലായ പേരാണ്. പാസ്പോർട്ടും റേഷൻ കാർഡ് എല്ലാത്തിലും മൈത്രേയനാണ്. പിന്നെ പേര് മാറ്റുന്ന ചടങ്ങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ട് അന്ന് അദ്ദേഹം എന്നെ ശിഷ്യനായിട്ട് സ്വീകരിക്കുന്നതായിട്ടാണ്. പിന്നെ അന്ന് കാലൊക്കെ കഴുകി സ്നേഹ യോഗന്നാനെ പോലെയാണ് ഞാനെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടൊക്കെയാണ് അത് ചെയ്തത്. അതൊരു അന്ന് ഗുരുകുലത്തിനകത്തേക്കുള്ള അന്ന് ബ്രഹ്മചാരി എന്നാണ് അതിന് പറയുന്നത്. ബ്രഹ്മചാരിത്വം തന്ന് അദ്ദേഹം എന്നെ ഗുരുകുലത്തിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു അത് ചെയ്തത്. അപ്പം അന്ന് ചെയ്ത അതുകൊണ്ടുണ്ടായതാണ്. പിന്നെ ആ പേര് ഞാൻ സ്വീകരിച്ചത് പിന്നെ എല്ലാ ഒഫീഷ്യൽ രേഖയിലും വന്നു. ആ ഒഫീഷ്യൽ രേഖയിൽ വന്നത് വളരെ തമാശയായിട്ടാണ്. ഗസറ്റിൽ പബ്ലിഷ് ചെയ്യണം നമ്മൾ സാധാരണഗതിയിൽ പേര് മാറ്റണമെങ്കിൽ. സന്യാസികളായാലും ശരി പാസ്പോർട്ടൊക്കെ എടുക്കുന്ന സമയത്ത് ആ പേര് മാറ്റിയതായിട്ട് ഗസറ്റ് വേണം. എൻ്റെ കാര്യത്തിനകത്ത് മാത്രം അങ്ങനെ അല്ല സംഭവിച്ചത്. ഞാൻ ഈ പാസ്പോർട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നു. പാസ്പോർട്ട് വേണമെന്ന് ആലോചിച്ചത് ഒരു കാലത്ത് ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ തെണ്ടി നടക്കുന്ന ഒരു പരിവ്രാജകൻ എന്നൊക്കെയാണ് അതിന് സന്യാസത്തിനകത്ത് പറയുന്നത്. ഇങ്ങനെ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു ലോകമുണ്ട്. അത് നമ്മുടെ എന്താ പറയണ്ട അഹന്ത പോണം ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ ലോകമൊക്കെ മാറിപ്പോയില്ലേ. ഇപ്പോൾ പോലീസൊക്കെ പിടിച്ച് നമ്മളെ ചോദ്യം ചെയ്യുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ രേഖയൊന്നും ഇല്ലല്ലോ കയ്യിൽ ഇങ്ങനെ നടക്കുന്ന കാലത്ത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ അന്ന് ആധാർ കാർഡോ അങ്ങനത്തെ ഒരു സാധനവും വന്നിട്ടുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഈ അന്യരാജ്യത്തു നിന്ന് വരുന്ന ആൾക്കാരെല്ലാം പോലീസ് ചോദിച്ചാൽ ഉടനെ തന്നെ അവർ പാസ്പോർട്ട് എടുത്ത് കാണിക്കും. അപ്പോൾ പാസ്പോർട്ട് എടുത്ത് കാണിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു പാസ്പോർട്ട് സംഘടിപ്പിച്ച നമ്മൾ ഇന്ന ആളാണെന്ന്. അല്ല നമ്മൾ നടന്ന് ഒരു നാട് വിട്ട് അങ്ങോട്ട് മാറി മറ്റൊരു സ്റ്റേറ്റിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്ന് പിന്നെ തെളിയിക്കാനൊന്നും നോക്കത്തില്ല. അപ്പം നമ്മൾ കള്ളനാണ്, കൊലപാതകയാണ്, കുട്ടിയെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവനാണ് എന്നൊക്കെ ആൾക്കാരങ്ങ് പറയും. എല്ലാവരും കൂടെ ഒന്നിച്ചുകൂടി ആടിയൊക്കെ അങ്ങ് തന്നളി. അപ്പോൾ നമുക്ക് ഈ നമ്മൾ ഇന്ന ആളാണെന്ന് തെളിയിക്കാനായിട്ടുള്ള ഒഫീഷ്യൽ രേഖയ്ക്ക് അന്ന് ഇവരിങ്ങനെ ചെയ്തിരുന്നപ്പോൾ അവർ പാസ്പോർട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ
ഈ SSLC സർട്ടിഫിക്കറ്റ് ഒന്നൊരു സർട്ടിഫിക്കറ്റും ഇല്ലാതായിപ്പോയ ഒരു ഗുരുകുലത്തിലോട്ട് വരുന്ന വഴിക്ക് ഒന്നും ശേഖരിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ പാസ്പോർട്ടിന് തമിഴ്നാട്ടിലായിരുന്നു, അന്ന് ഊട്ടിയിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ താമസിച്ചിരുന്ന സമയത്ത് അവിടെ ആപ്ലിക്കേഷന് കൊടുക്കാനായിട്ട് ചെന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ മലയാളിയാണ്, അതുകൊണ്ട് കേരളത്തിനകത്ത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും കിട്ടാനുള്ളപ്പോൾ, അതുകൊണ്ട് അവിടെ പോയിട്ട് അത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് ഇത് മുഴുവനും ഫില്ലപ്പ് ചെയ്ത് പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഈ പേര്, അപ്പം ഞാൻ മൈത്രേയൻ എന്ന് ഞാൻ എഴുതി കൊടുക്കുന്നത്. അവർ പറഞ്ഞ് ഇത് പറ്റില്ല, നിങ്ങൾ ഈ SSLC സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം, അല്ലെങ്കിൽ പിന്നെ എമിഗ്രേഷനൊക്കെ പ്രശ്നമായിട്ട് വരും. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പം മറ്റൊരു സർട്ടിഫിക്കറ്റും ഇല്ല, ഇതേ ഉള്ളു. 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അത് അമ്മ സൂക്ഷിച്ച് വെച്ചിരുന്ന കാരണം കൊണ്ട് അതിൻ്റെ ഒരു അന്ന് അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറയും, നമ്മൾ ആരെങ്കിലും ഒരാളെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അവിടെ കൊണ്ടുപോയി കൊടുത്തു. അത് കൊടുത്തിട്ട് ഞാനങ്ങ് ഊട്ടിക്ക് പോയി. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ എഴുതി അയച്ചൊരു കത്ത് വന്നു, നിങ്ങൾ പേര് മാറ്റിയത് ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല, അത് പബ്ലിഷ് ചെയ്ത് അതിൻ്റെ കോപ്പിയും കൂടെ വെച്ചാലേ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു 3-4 മാസം കഴിഞ്ഞിട്ടാണ് ഞാനിത് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്തൊക്കെ ഞാനിങ്ങനെ അലഞ്ഞ് നടക്കുന്ന സമയമാണ്. ഒരു 5 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ആ ഗുരുകുലത്തിൽ തന്നെ പല കാര്യങ്ങളും ചെയ്യുന്ന ആളായിട്ട് അവിടെ മാറി, അവിടുത്തെ ഒരു നടത്തുപടിക്കാരനായിട്ട് മാറിയിരിക്കുന്ന സമയമാണ്. അപ്പോൾ എനിക്ക് പഴയതുപോലെ ഒരു നീഡ് ഇല്ല, ഇങ്ങനെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു വിചാരമേ ഉള്ളൂ. അപ്പം ഞാൻ ഒരു കത്ത് തിരിച്ചയച്ച്, ഇതെൻ്റെ പേരാണ്, ഞാൻ മാറ്റിയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ച്. പിന്നെ ഒരു അനക്കമില്ല. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ ഒരു കവർ വരുന്നു, അതിനകത്ത് ഈ പാസ്പോർട്ടുണ്ട്. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജിൽ അവരൊരു വര ഇങ്ങനെ ഇട്ടിട്ട്, ദിസ് ഫെലോ ഈസ് നോൺ ബിഫോർ ആസ് സതീഷ് ചന്ദ്രൻ, നൗ നോൺ ആസ് മൈത്രേയ എന്ന് പറഞ്ഞിട്ട് ഒരു പേജിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാസ്പോർട്ട് ഓഫീസിലിരുന്നവർ ആലോചിച്ച്, കാരണം പൈസ എല്ലാം അടച്ചിട്ടുണ്ടായിരുന്നു, അന്ന് 300 രൂപയാണ്. അപ്പോൾ അതടച്ചിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് ഞാനത് പെഴ്സ്യൂ ചെയ്യാത്തപ്പോൾ ഇതിങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അവർക്കത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം അവരതങ്ങനെ ചെയ്തതെന്ന് തോന്നുന്നു. കാരണം ഈ അന്ന് ആ പാസ്പോർട്ട് കൊണ്ടുപോയിട്ട് ഞാൻ വല്ല എയർപോർട്ടിൽ കാണാൻ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ കയറ്റി വിടത്തില്ലായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു പാസ്പോർട്ട് എഴുതി ഇങ്ങനെ തന്ന്, ബാക്കിയൊക്കെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് അവിടുത്തെ ഊട്ടിയിലെ അഡ്രസ്സിലാണ് ഇത് തന്നിരിക്കുന്നത്. മൈത്രേയൻ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. പക്ഷെ നേരത്തെ ഇങ്ങനെ അറിയപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഈ സന്യാസത്തിൻ്റെ ഒരു ലോകത്തൊന്നും കൂടെ ആയിരിക്കണം അവരൊക്കെ ഈ ശരിയാകത്തില്ല എന്ന് തോന്നിയിട്ടായിരിക്കണം അത് അന്ന് അങ്ങനെ തന്നത്. പക്ഷേ 20 വർഷത്തോളം ഞാൻ എങ്ങും പോയിട്ടില്ല. ഇത് 76-ലാണ് ഞാൻ ഈ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത്. 95-96 ആയപ്പോഴത്തേന് 20 വർഷം കഴിഞ്ഞപ്പോഴത്തേന് പാസ്പോർട്ട് എക്സ്പയർ ചെയ്ത് പോവുകയും അതങ്ങനെ പോയി. അതവിടെ ഇരുന്ന് പിന്നെ ഒരിക്കലും എനിക്കത് ഉപയോഗമില്ലാതിരിക്കുന്ന ഒരു ഇതായിരുന്നു. ഞാനങ്ങ് യാത്രയ്ക്ക് പോകുന്നുമില്ല, ഇത് ഒരിക്കലും കാണിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഞാൻ ഗുരുകുലത്തിനകത്ത് പ്രവർത്തിക്കുന്ന ആളായിട്ട് മാറുന്ന കാരണം കൊണ്ട് ആളുകൾ ഒരിക്കലും നിങ്ങളാരാന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരു, അല്ലെങ്കിൽ ഞാൻ റോഡിൽ വെച്ച് എന്നെ കണ്ടെത്തുന്ന ഒരു സന്ദർഭം ഉണ്ടായില്ല. അതുകൊണ്ട് റിയലി ഒരു ഉപയോഗമില്ലാതെ അങ്ങ് എക്സ്പയർ ചെയ്തു പോയി. ഇതേ സമയത്ത് ഞാൻ ഇങ്ങനെ സന്യാസിയായിട്ട് ജീവിച്ചു, അങ്ങനെ അറിയപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് അത് വിട്ട് വന്ന് എൻ്റെ നാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഈ റേഷൻ കാർഡ് വേണം എന്ന് പറഞ്ഞ്, ഈ പാസ്പോർട്ടിന് ഉള്ള ആവശ്യമല്ല, റേഷൻ കാർഡ് ഈ ഗ്യാസ് മേടിക്കുക, അരി മേടിക്കുക. അപ്പോൾ ഇങ്ങനെ ഞാനും ജ്യേഷ്ഠനും കൂടെ ഒന്നിച്ച് ജീവിക്കാൻ തിരുവനന്തപുരത്ത് തുടങ്ങിയപ്പോൾ അങ്ങനത്തെ ആവശ്യങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയി ഈ അവിടുത്തെ റേഷൻ കടയ്ക്കകത്തുനിന്ന് എൻ്റെ പേര് മാത്രം മാറ്റി റേഷൻ കാർഡിൻ്റെ ഇത്, ആ റേഷൻ കടയിലിരുന്ന ആൾ എൻ്റെ കൂടെ പഠിച്ചായിരുന്നു. അപ്പോൾ അയാൾ എന്നെ കണ്ടപ്പോൾ അയാൾക്ക് അറിയുന്ന ആൾ, അപ്പോൾ എന്താ സ്വാമി വന്നേ എന്ന് ചോദിച്ചാൽ, അന്ന് ഞാൻ സ്വാമിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ എൻ്റെ ഒരു റേഷൻ കാർഡ് ശരിയാക്കി തരണം. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഇപ്പോൾ തരാം, ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ എന്ത് ചെയ്ത്, അന്നത്തെ പേര് വെട്ടിയിട്ട് മൈത്രേയൻ ഒക്കെ നായകറിയാമല്ലോ ഞാൻ സ്വാമിയായ, മൈത്രേയൻ എഴുതി റേഷൻ കാർഡിങ് ആ പേപ്പറാണ് തന്നെ. ആ പേപ്പർ കൊണ്ടുവന്ന് ഞാൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നത്, തിരുവനന്തപുരത്ത് തഹസിൽദാരുടെ ഓഫീസിൽ കൊടുത്ത് റേഷൻ കാർഡ് കിട്ടി. 97-ലെങ്ങാണ്ടാണ് ഞാൻ ഇംഗ്ലണ്ടിലേക്ക് ഒരു ക്ഷണം വന്ന്, ഞാൻ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോകാനായിട്ട്.
അപ്പോഴാണ് പാസ്പോർട്ട് വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പഴയ പാസ്പോർട്ടും ഈ റേഷൻ കാർഡും കൂടെ വെച്ച് കൊടുത്ത് അവർ മൈത്ര എന്ന് പറഞ്ഞിട്ട് പുതിയ ഇതിങ്ങി വന്നു. അങ്ങനെ ഈ ഗസറ്റ് പബ്ലിഷ് ചെയ്യാതെ ഒരു പാസ്പോർട്ട് ഉണ്ടാക്കിയ ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് ആ പേരങ്ങനെ വന്നത്. ഓക്കെ, ഇപ്പോൾ എങ്ങനെയാണ് പാസ്പോർട്ട് പേര് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ പല ഇൻ്റർവ്യൂസിലും പലതിലും എന്താ പറയുക, പാർട്ട്ണറിനെ കുറിച്ചിട്ടാണെങ്കിലും മകളെക്കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളും കുടുംബം എന്ന് പറഞ്ഞ കേൾക്കുകയാണെന്നുണ്ടെങ്കിലും ഒരിക്കലും മൈത്രേൻ്റെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുറിച്ച് പലയിടത്തും കേട്ടിട്ടില്ല. അപ്പോൾ ആ ഒരു ഫാമിലി ഇപ്പോൾ മീൻസ് ഒറ്റ മകനാണോ, സഹോദരങ്ങളുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനത്തെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അച്ഛനും അമ്മയും, അച്ഛൻ ആലപ്പുഴ ജില്ലയിലെ ശരിക്കും പറഞ്ഞാൽ ചിങ്ങോലി കാർത്തികപ്പള്ളി താലൂക്കിലെ കായംകുളം കായലിൻ്റെ തീരത്തുള്ള ഒരു സ്ഥലത്താണ്. അച്ഛൻ കൊടിക്കകത്ത് പ്രഭാകർ എന്നാണ് പേര്. അപ്പോൾ അതൊരു സ്ഥലമാണ്. മറ്റേത് അമ്മയുടെ സ്ഥലം എന്ന് പറയുന്നത്, അമ്മയുടെ അച്ഛൻ കൊല്ലത്ത് പ്രാക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അപ്പോൾ അമ്മ കൊല്ലത്ത് ഈ അമ്മയുടെ അച്ഛൻ വെച്ച വീട്ടിലാണ് ഞാൻ ജനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ മാത്രമല്ല, എനിക്കൊന്ന് ഞങ്ങളുടെ ഒരു 3-4 ചേട്ടന്മാർ. അപ്പോൾ എനിക്ക് സഹോദരങ്ങളായിട്ട് 5 പേരുണ്ട്. 2 സഹോദരിമാരും 3 സഹോദരന്മാരും. അങ്ങനെ ഞങ്ങൾ 6 പേരാണ് ആകെയുള്ളത്. ഞാൻ 5ാമത്തെ ആളാണ്. അപ്പോൾ കൊല്ലത്താണ് ഞാൻ ജനിച്ചത്. അമ്മയുടെ അമ്മ കോന്നി എന്ന് പറയുന്ന സ്ഥലത്ത്, പത്തനംതിട്ട ജില്ലയിലാണ്. അപ്പോൾ അവിടെയായിരുന്നു വകയാർ എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മയുള്ളത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഈ 3 സ്ഥലത്ത് ഞാൻ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊല്ലത്ത് ജനിച്ച് വളർന്നൊരു 5 വയസ്സൊക്കെ ആയപ്പോൾ അമ്മ മരിച്ച്. അമ്മ ഡയബറ്റീസ് ആയിരുന്നു. അമ്മ എനിക്കൊന്ന് ഒരു 56 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ മരിച്ചുപോയി. അപ്പോൾ അമ്മ അവിടോട്ട് മാറി താമസിക്കേണ്ടി വന്നു. കാരണം ഈ പ്രോപ്പർട്ടിയൊക്കെ, അമ്മയ്ക്ക് കുറേ പ്രോപ്പർട്ടിയൊക്കെ അമ്മയുടെ അമ്മ കൊടുത്തത് അവിടെ താമസിക്കുന്നിടത്തേക്ക്. അപ്പോൾ അത് നോക്കാനായിട്ട് മാറി. അപ്പോൾ അച്ഛൻ ആലപ്പുഴ ഹരിപ്പാട് കായംകുളം കായലിൻ്റെ തീരത്താണ്. അപ്പോൾ അവർ ആഴ്ചയിലൊരിക്കൽ അച്ഛൻ വരും. അങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത് നമ്മൾ ജീവിച്ചിരുന്നത്. കൊല്ലത്തെ വീട് വാടകയ്ക്ക് കൊടുത്ത് ഫിലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, അതിൻ്റെ ഏജൻസി ഉള്ളവരായിരുന്നു. ഒരു തമിഴ്നാട്ടുകാരായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ട് തീർന്ന ഒരു കുടുംബമാണ് ഫിലിപ്സിൻ്റെ ആ കുടുംബം. അപ്പോൾ അവർ ആ ഏജൻസിയൊക്കെ ആയിട്ട് കൊല്ലത്ത് കട നടത്തുന്നവരായിരുന്നു. അപ്പോൾ അവരായിരുന്നു അവിടെ പിന്നെ ഒരു 10-25 വർഷത്തോളം അവരവിടെ ജീവിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ പത്തനംതിട്ട ജില്ല, അന്ന് പത്തനംതിട്ട ജില്ലയല്ല, കൊല്ലം ജില്ല തന്നെ. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ വകയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു 9ാം ക്ലാസ് വരെ പല സ്കൂളിലായിട്ട്, കാരണം ചെറിയ സ്കൂളുകളാണ്. 5 ക്ലാസ് കഴിയുമ്പോൾ പിന്നെ വേറെ സ്കൂളിൽ, ഇങ്ങനെ അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 4-5 സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മയുടെ ആ സ്ഥലമല്ല അച്ഛൻ ആവശ്യപ്പെട്ട് അതെല്ലാം വിറ്റിട്ട് അച്ഛൻ്റെ കൂടെ ആലപ്പുഴ അമ്മ താമസിക്കാൻ പോയി. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ ഉണ്ടായത് കാരണം കൊണ്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ച് പകുതിയാകുന്ന സമയത്താണ് അവിടോട്ട് പോകുന്നത്. അപ്പം അച്ഛൻ്റെ സ്ഥലം എന്ന് പറയുന്നത് കായലിൻ്റെ തീരത്താണ്. അപ്പോൾ റോഡൊന്നുമില്ല, സൈക്കിളിൽ ഓട്ടാനും പഠിച്ചിട്ടില്ല. അപ്പോൾ അവിടുന്ന് റോഡിൽ വന്നിട്ട് വേണം സ്കൂളിലൊക്കെ പോകാൻ. അപ്പോൾ അത് കാരണം കൊണ്ട് അമ്മയുടെ സഹോദരൻ ഡോക്ടറായിരുന്നു. അദ്ദേഹം മാവേലിക്കരയാണ് ഡോക്ടറായിട്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ബാക്കി 9ാം ക്ലാസ്സിൻ്റെ ബാക്കി മാവേലിക്കര സ്കൂളിൽ നിന്നാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ആ സമയത്ത് സൈക്കിളിൽ ഓട്ടാൻ പഠിച്ച കാരണം കൊണ്ട് 10ാം ക്ലാസ്സിൽ അച്ഛൻ്റെ അടുത്ത് ഈ ചിങ്ങോലി അല്ലെങ്കിൽ കായംകുളം കായലിൻ്റെ തീരത്ത് എത്തി. അവിടുന്ന് പിന്നെ ഹരിപ്പാട് സ്കൂളിൽ പോയാണ് 10ാം ക്ലാസ് പഠിച്ചത്. പല സ്കൂളിലും പല സ്ഥലത്തും അങ്ങനെ ഒരു 3 ജില്ലയിലായിട്ടാണ് വളർന്നത്. പിന്നെ പ്രീ ഡിഗ്രിക്ക് അതിന് തൊട്ടടുത്ത് തന്നെ നങ്ങയാർ ഉളങ്ങര ടി കെ മാധവൻ മെമ്മോറിയൽ കോളേജിലാണ് പഠിച്ചത്. അവിടെ പ്രീ ഡിഗ്രി ഉള്ളപ്പോൾ. അപ്പോൾ BA പിന്നെ ST കോളേജിൽ വെച്ച്. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ MA ഞാൻ വടക്കേ ഇന്ത്യയിലെ മീററ്റിലാണ് പഠിച്ചത്. ഇത്രയാണ് ഒരു വിദ്യാഭ്യാസവും. സഹോദരങ്ങൾ മൂത്ത ആളും ഏറ്റവും ഇളയ ആളും 2 പേരും ഓസ്ട്രേലിയയിലാണ്. മൂത്ത ആൾ ഡോക്ടറാണ്. 2ാമത്തെ ജ്യേഷ്ഠൻ ഈ ഇടയ്ക്ക് മരിച്ചുപോയി.
അദ്ദേഹം ബിസിനസ്സും കൃഷിയായിട്ട് കഴിയായിരുന്നു ചെയ്തത്. മൂന്നാമത്തെ ഒരു സഹോദരിയാണ്. അവർ കൊല്ലത്തെ എസ് എൻ കോളേജിലും ഒക്കെ ആയിട്ട് പ്രൊഫസറായിട്ട്, സുവോളജിയുടെ പ്രൊഫസറായിട്ട് എൻ്റെ പാർട്ണറായ ജയശ്രീയും പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരിയുടെ പേരും ജയശ്രീ എന്നാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ ഇപ്പോൾ റിട്ടയർ ചെയ്തപ്പോൾ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. അത് കഴിഞ്ഞൊരു ചേട്ടനാണ്. ആ ചേട്ടന് ഡോക്ടറാണ്. കൊല്ലത്തായിരുന്നു പ്രാക്ടീസ് ചെയ്തിരുന്നത്. അതെല്ലാം ഇപ്പോൾ വൈൻഡപ്പ് ചെയ്ത് അയാളുടെ ഭാര്യയും 2 പേരും ഡോക്ടർമാരായിരുന്നു. അവർ 2 പേരും കൂടെ ഇപ്പോൾ ബാംഗ്ലൂർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അനിയത്തി ഓസ്ട്രേലിയയിൽ, ഞാനേ ഉള്ളു. ഇങ്ങനെ അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ താമസിച്ച് അങ്ങനെ പലപ്പോഴും ബാല്യത്തിൽ ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ മൈത്രേൻ്റെ കുടുംബം ലൈക്ക് അച്ഛനും അമ്മയും തന്നെയാണോ ചെറുപ്പകാലം മുഴുവനും വളർത്തി, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു കെയർ ടേക്കറായിട്ടോ വളർന്ന സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ മീൻസ് വളരാനായിട്ട്, അല്ലെങ്കിൽ അച്ഛനും അമ്മയുടെ കീഴിൽ തന്നെയായിരുന്നോ വളർന്നിരുന്നത്? എൻ്റെ ജീവിതത്തിൽ 99% അമ്മയും അച്ഛനും തന്നെയാണ്. എനിക്ക് തോന്നുന്നു വീട്ടിൽ ഏറ്റവും കൂടുതൽ നാൾ തുടർച്ചയായിട്ട് ജീവിച്ചിട്ടുള്ള ഒരാൾ ഞാനാണ്. അത് ഈ കൊല്ലത്ത് ജീവിച്ചതും അതിനുശേഷം കോന്നി പോയി ജീവിക്കുമ്പോഴും അത് കഴിഞ്ഞ് ആലപ്പുഴ ജീവിക്കുമ്പോഴും ഞാൻ BA പഠിച്ച് പാസ്സാകുന്നത് വരെ അമ്മയുടെയും അച്ഛൻ ഇല്ലാതിരിക്കുന്നത് അച്ഛനെ ഇങ്ങനെ ആലപ്പുഴയിൽ നിന്ന് കോന്നിയിലോട്ട് വരുന്ന ആ സമയത്തുള്ള മിസ്സിങ് ഉള്ള ഒഴിച്ച് ഫുൾ ടൈം ഉള്ള അമ്മയായിരുന്നു. അവിടെ തന്നെയായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്തു നിന്നും അച്ഛൻ്റെ അടുത്തു നിന്നും വിട്ടുമാറി പോയത് MA പഠിക്കുന്ന സമയത്ത്. ഈ കുട്ടിക്കാലം മുഴുവനും അമ്മയും അച്ഛനും അതിനകത്ത് പ്രധാനപ്പെട്ട അമ്മയാണ് നിറഞ്ഞു നിന്നിരുന്നത്. അവരുടെ ഒരു കണ്ണിൻ്റെ കീഴിൽ, അവരുടെ ഒരു നോട്ടത്തിൻ്റെ കീഴിലാണ് ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തത് അമ്മയാണോ? ശരി, ഒരു തരത്തിൽ പറഞ്ഞ അമ്മയാണ്. അപ്പോൾ ഏത് രീതിയിലൊക്കെയാണ് ഇപ്പോൾ എന്താ പറയുക, ഒരു ഫാമിലി സെറ്റപ്പിലും ബാക്കിയുള്ള കാര്യത്തിലും അല്ലെങ്കിൽ ചിന്താഗതിയിലൊക്കെ അമ്മയുടെ ഇൻഫ്ലുവൻസ് എന്തോരാണ് വന്നിട്ടുള്ളത്? എൻ്റെ വീടൊരു വായനയുള്ള വീട് ആണ്. എൻ്റെ വീട് മാത്രമല്ല, കുടുംബങ്ങളിലുള്ള അവരെല്ലാവരും അങ്ങനെ അന്ന് വിദ്യാഭ്യാസത്തിനകത്തേക്ക് കടന്നു വരുന്ന ഒരു കാലമാണ്. അവരുടെയൊക്കെ തലമുറ എന്ന് പറയുന്നത്, എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ തലമുറ എന്ന് പറയുന്നത്, അവർ ആദ്യമായിട്ട് സ്കൂളിലേക്ക് എത്തിപ്പെടാനായിട്ട് അന്നൊക്കെ ഈ ജാതി നിന്നിരുന്ന സമൂഹത്തിൻ്റെ വളരെ രൂക്ഷമായ സമയമായിരുന്നു. അപ്പോൾ ആ സമരങ്ങളൊക്കെ നാരായണഗുരുവായിട്ടൊക്കെ ബന്ധപ്പെട്ട് സമരങ്ങളൊക്കെ നിൽക്കുന്ന കാലമാണ് അവരുടെ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോഴത്തേന് സ്കൂളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിട്ടുണ്ട്. അപ്പം ഈ സ്കൂളിൻ്റെ അന്തരീക്ഷങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ തന്നെ വായനയും പഠനവും ചെയ്യാൻ വേണ്ടി ഇവരെല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അല്പം സ്വത്തുള്ള എല്ലാ വീട്ടിനകത്തും ലൈബ്രറികളുണ്ടാക്കുകയും അവിടെ ഇങ്ങനെ പഠനവും കാര്യങ്ങളും ചർച്ചകളും ചെയ്യുന്ന ഒരു അന്തരീക്ഷം അവർക്കെല്ലാവർക്കും അവരുടെ ലോകത്തുണ്ടായിരുന്നു. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് വായിക്കുക എന്ന് പറയുന്നതും, ഒരു നോവൽ എല്ലാവരും ഒരാൾ വായിച്ചിട്ട് എല്ലാവരും കേൾക്കുക എന്ന് പറയുന്ന തരത്തിലുള്ള പ്രാക്ടീസസൊക്കെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അന്ന് ഒരു ഇൻഫോർമൽ എഡ്യൂക്കേഷൻ്റെ ഒരു സ്ഥലവും കൂടെ ഉണ്ട്. അങ്ങനെ പബ്ലിക് എഡ്യൂക്കേഷൻ ലഭിക്കാതിരിക്കുന്ന സമയത്ത് പണമുള്ളവർ അങ്ങനെ ചെയ്തിരുന്ന ഉണ്ട്. അപ്പോൾ ആ ഒരു അന്തരീക്ഷത്തിലായിട്ടാണ് ഞാനൊക്കെ ജനിച്ചു വന്നത്. അപ്പോൾ ഞാൻ ജനിച്ചു വരുന്ന സമയത്ത് അമ്മ ഈ വായനയുടെ ലോകം വളരെ വലുതാണ്. ലോകത്തുള്ള എല്ലാ ഇംഗ്ലീഷ് നോവൽ ലിറ്ററേച്ചറായിരുന്നു നമ്മുടെ വായനയുടെ ലോകം. ഫിലോസഫിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ അന്ന് ഇല്ല. പക്ഷേ മലയാളവും ഇംഗ്ലീഷും ലിറ്ററേച്ചർ പുസ്തകങ്ങൾ വീടുകളിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ തന്നെ ഒരുവിധമുള്ള ഈ വായിക്കുന്ന മാസികകൾ, അന്ന് എനിക്കൊന്ന് ആദ്യത്തെ കൗമുദി എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഉണ്ടായിരുന്നു, കെ ബാലകൃഷ്ണൻ്റെ. അതൊക്കെ വീടിനകത്ത് ഇങ്ങനെ അട്ടിയായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടായ കാലം തൊട്ടുള്ള മുഴുവൻ എഡിഷനും എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷമൊക്കെയാണ് ഈ കലാമതിയൊക്കെ പിന്നീട് വളരെ ലേറ്ററായിട്ടല്ലേ ഉണ്ടായത്. ഈ കൗമുദി അതേ സമയത്തൊക്കെ മാതൃഭൂമിയുണ്ട്, ജനയുഗം, ഇതൊക്കെ ഇങ്ങനെയുള്ള ഇതിനകത്തെല്ലാം വലിയ നോവലുകളെല്ലാം ലോകത്തുള്ള ക്ലാസിക്സൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ അതും എല്ലാം വായിക്കുമായിരുന്നു. ഇംഗ്ലീഷ് ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയൊക്കെ ഈ ആദ്യത്തെ വിദ്യാഭ്യാസ സമയത്തെല്ലാം ഇംഗ്ലീഷ് അവരെല്ലാവരും പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്കൂളിനകത്തെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് വളരെ കൂടുതലാണ്.
ഇംഗ്ലീഷുകാർ തന്നെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ പഠിച്ചു തുടങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ട് നല്ലോണം ഇംഗ്ലീഷ് നല്ല ധാരണയുള്ളവരായിരുന്നു അമ്മയും. അച്ഛനായാലും അച്ഛന് ഇംഗ്ലീഷിൽ വലിയ ധാരണയില്ല, പക്ഷെ മലയാളം നല്ല ആഴത്തിൽ വായിക്കാനും കവിതകളെല്ലാം പഠിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ അന്തരീക്ഷമുള്ള വീടുകളായിരുന്നു അതെല്ലാം. അപ്പോൾ അതായിരുന്നു വായനയുടെ ലോകം എന്ന് പറയുമ്പോൾ എല്ലാ ഈ മാസികകളും വാരികകളും വായിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വായിക്കുന്നത് ഞാൻ മാതൃഭൂമി സീരിയൽ ചെയ്ത് വന്നിട്ടാണ് ഞാൻ വായിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പുസ്തകമാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ സീരിയൽ ചെയ്ത് വന്നിരുന്ന, അതുപോലെ തന്നെ 20-ാം നൂറ്റാണ്ട് മറ്റേ ബംഗാളി നോവലുകൾ, അപ്പോൾ അതെല്ലാം അത്തരത്തിലുള്ളതെല്ലാം വായിക്കുന്നുണ്ട്. ലിറ്ററേച്ചർ മലയാളവും ഇംഗ്ലീഷും ലിറ്ററേച്ചർ മുഴുവൻ വായിക്കുന്നുണ്ട്. വായനയുടെ അന്തരീക്ഷം. അപ്പോൾ വായിക്കുന്നത് രാത്രി, അമ്മയാണെങ്കിൽ രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് വായിക്കും. ഒരു 12 മണി വരെ വായിക്കും. ബെഡ് സ്വിച്ചുള്ള ഒരാളാണ് അമ്മയായ ഒരു ബെഡ് സ്വിച്ച് വെച്ച് കിടന്ന് വായിക്കുന്നത്. അപ്പോൾ അത് ഒരു സ്ഥലമായിരുന്നു. അതേപോലെ തന്നെ അമ്മയ്ക്കൊരു പെൻ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എനിക്കൊരു 5 വയസ്സൊക്കെ ഉള്ളപ്പോൾ തന്നെ അവർ അമേരിക്കക്കാരിയായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ മാസികകളും അവരയക്കുമായിരുന്നു. അപ്പോൾ അതും വായിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വായനയുടേതായ വലിയൊരു ലോകം ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ലോകത്തിനെ നമ്മളൊരു ഗ്രാമപ്രദേശങ്ങളിൽ വളരെ ചെറിയ സ്ഥലങ്ങളിലായിരുന്നു ജീവിച്ചിരുന്നതെങ്കിലും ഈ വായന കൊണ്ട് ലോകം മുഴുവനും കൂടെ തുറന്നു കിട്ടിയ ഒരു സ്ഥലമുണ്ട്. അതിനകത്ത് അമ്മയുടെ ഒരു മേൽക്കൈ, ഇപ്പോൾ ഒരാൾ പ്രധാനപ്പെട്ട ഒരാളെന്നുള്ള നിലവാരത്തിൽ അമ്മയും അതിനുശേഷം അച്ഛനുമുണ്ട്. അച്ഛനെ ഈ മലയാളം കവിതയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു പറയുകയും സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഈ പഠനത്തിൻ്റേതായ മേഖല എല്ലാവരും പഠിക്കുന്നുണ്ട്, വീട്ടിലുള്ളവരെല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ട് ജോലി ചെയ്യുന്നതിനെ പറ്റി അതിനേക്കാളും കൂടുതലും പഠിക്കുക എന്ന് പറയുന്നത് നമ്മൾ സ്വാഭാവികമായ ഒരു പ്രക്രിയയായിട്ട് ആയിരുന്നു. കാരണം സാമ്പത്തികമായിട്ട് ഒരു ഇടത്തരത്തിന് മേളിലുള്ള വീടുകളാണ് അത്. അന്നത്തെ ഒരു അധ്യാപകരുടെയൊക്കെ ലോകത്തിനേക്കാളും കുറച്ചുകൂടെ പണമുള്ള വീടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ വായനയും പഠിക്കുക എന്ന് പറയുന്നത്, ജോലിക്ക് വേണ്ടി പഠിക്കുക എന്ന് പറയുന്നതിനേക്കാളും വലുത് പഠിക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് നമുക്ക് അതിനകത്ത് അങ്ങനെ ഞാനിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അതൊക്കെ അങ്ങനത്തെ സ്പേസസ് ഉള്ള ഒരു വീടായിരുന്നു. മറ്റേ എല്ലാവരും പഠിച്ചിട്ടൊരു ജോലി വാങ്ങിയിട്ട് ജീവിക്കുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഞാനൊരു ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കി വീട്ടുകാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത സ്വാതന്ത്ര്യമുള്ള വീടാണ്. അതിൻ്റെയൊക്കെ ഇതെല്ലാം പ്രിവിലേജുകളാണ്. അത് നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോയി ജനിക്കുകയല്ലല്ലോ, അറിഞ്ഞിട്ട് പോയി ജനിക്കുന്നതല്ലല്ലോ, ജനിച്ച വീട് അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഈ എക്സ്പോഷർ എന്ന് പറയുന്നത് സാധാരണമല്ലാത്ത തരത്തിലുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ഈ പ്രത്യേകിച്ച് ഈ പടിഞ്ഞാറൻ നാട്ടിൽ നിന്ന് കിട്ടിയ മാസികകളെന്ന് പറയുന്നത് ലൈഫ്, വാഷിങ്ടൺ പോസ്റ്റ്, നാഷണൽ ജോഗ്രഫിക്, അമേരിക്കൻ റീഡേഴ്സ് ഡൈജസ്റ്റ്, ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു കേരളത്തിൻ്റെ അന്തരീക്ഷത്തിനകത്തോ അല്ലെങ്കിൽ ഇന്ത്യയുടെ അന്തരീക്ഷത്തിൽ പോലും അല്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കടന്നു വരുന്നത്. അപ്പം ടെലിവിഷൻ ഇല്ലാതിരിക്കുന്ന കാലമല്ലേ. ടെലിവിഷൻ വന്നിട്ട് ടെലിവിഷൻ വരുമ്പോഴത്തേന് ഞാൻ MA എത്തിക്കഴിഞ്ഞു. അപ്പോൾ കേരളത്തിലെത്തിയിട്ടില്ല. ഞാൻ വടക്കേ ഇന്ത്യ പഠിക്കാൻ പോയതുകൊണ്ട് മാത്രമാണ് അവിടെ വെച്ച് ടെലിവിഷൻ കാണുന്നത്. പക്ഷേ അതിനകത്തൊക്കെ ഇതിനകത്ത് വരുന്ന ഇൻഫർമേഷനേക്കാളും വലിയ ഇൻഫർമേഷൻ എനിക്ക് ഓൾറെഡി ഈ പുസ്തകങ്ങളിനകത്തൂടെ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്പോഷർ കിട്ടുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ഈ അമ്മ എന്ന് പറയുന്ന ആൾ തന്നെയാണ്. അതിനകത്ത് നമുക്ക് അത് വേറൊരാൾ ആ ലെവലിലില്ല. പിന്നെ ഞാനിത് വിട്ട് പഠിക്കാവുന്ന ഒരു അന്തരീക്ഷത്തിലോട്ട് തന്നെയാണ് ഈ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഈ ഗുരുകുലത്തിലെ വിദ്യാഭ്യാസത്തിന് പോകുമ്പോഴും അവിടെയും പഠനമാണ് നടക്കുന്നത്. അവിടെ പിന്നെ ലോകവ്യാപകമായ പുസ്തകങ്ങളുള്ള സ്ഥലമാണ്. എല്ലാ തരത്തിലുള്ള ഫിലോസഫിയും എല്ലാം പഠിക്കാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായിരുന്നു. അന്യരാജ്യങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യരുണ്ടായി. അപ്പോൾ അവരെല്ലാവരും നമ്മുടെ ജീവിതത്തിനകത്ത് സ്പർശിച്ച്, അപ്പോൾ അവരുമായിട്ടെല്ലാം അപ്പം അമേരിക്കയിലുള്ളവരും ഇംഗ്ലണ്ടിലുള്ളവരും ബെൽജിയത്തിലുള്ളവരും ഓസ്ട്രേലിയയിലുള്ളവർ, സ്പെയിന്, ഫ്രാൻസ്, ഇങ്ങനെയുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അതെല്ലാം ഈ പറയുന്ന എനിക്കുണ്ടായിരുന്ന ഗ്രൗണ്ടിൻ്റെ മുകളിൽ വീണ്ടും പഠനവും ചിന്തയും കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നതായിരുന്നു. അപ്പോൾ അതാണ്
ഒരു ഇൻഫ്ലുവൻസ് എന്നുള്ള നിലവാരത്തിൽ, വ്യക്തി എന്നുള്ള നിലവാരത്തിൽ പറഞ്ഞാൽ അമ്മയാണ്. അതിനുശേഷം വേണമെങ്കിൽ ഗുരുകുലത്തിൻ്റെ അന്തരീക്ഷമാണ്. അപ്പോൾ ഇതാണ് ഒരു വേൾഡ് വ്യൂവിനെ കുറിച്ച് കുറച്ചും കൂടെ വേറിട്ട ചിന്തകളിലേക്കും അറിവിലേക്കും എത്താനായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഫാമിലിയിൽ നിന്ന്. ഇപ്പോൾ ലവ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫാമിലി സെറ്റപ്പ് സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ വീട്ടിൽ നിന്ന് ഉള്ള മൈത്രേയൻ്റെ ഫാമിലി, അതായത് അച്ഛൻ അമ്മ എന്നുള്ള ബന്ധം എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കാഴ്ചപ്പാടിലേക്ക്? കുടുംബം ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ എനിക്ക് ഇതല്ല വേണ്ടതെന്നുള്ള ചിന്തകളിലേക്ക് പോയിട്ടുള്ളതിന് കുടുംബത്തിൻ്റെ ഒരു മീൻസ് പങ്ക് എന്താ? കുടുംബത്തിനകത്തുനിന്ന് വ്യത്യസ്തമായി ചിന്തിക്കാനായിട്ട് ആ ഒരു സ്പേസ് അതിനകത്തില്ല. എൻ്റെ സഹോദരങ്ങളെല്ലാം തന്നെയും വീട്ടുകാർ പറഞ്ഞിട്ട് വിവാഹം കഴിച്ചിട്ടുള്ളവരാണ്. അവർക്ക് ഇഷ്ടമുള്ളവരൊന്നും വിവാഹം കഴിക്കാൻ സത്യത്തിൽ സമ്മതിച്ചിട്ടില്ല. അതും കാണാം. അതുകൊണ്ട് ഈ അമ്മ വിവാഹം കഴിച്ചതിൽ ഏറ്റവും ദുഃഖിച്ചിട്ടുള്ളതാണ്. 15ാമത്തെ വയസ്സിൽ പഠിച്ച് അങ്ങോട്ട് തീർന്ന് അമ്മയ്ക്ക് പിന്നെയും പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ വിവാഹം കഴിച്ചിട്ട് പഠിത്തം നിന്നുപോയ ആളാണ്. എന്നാലും അമ്മയ്ക്ക് ഒരിക്കലും അമ്മയുടെ മക്കൾ ഇങ്ങനെ പഠിച്ചിട്ട് അവർ കല്യാണമൊന്നും കഴിക്കാതെ ജീവിക്കുന്നതിനെ പറ്റിയൊന്നും അവർക്ക് അത് അമ്മയ്ക്ക് ആലോചിക്കാനേ പറ്റത്തില്ലായിരുന്നു. അത് നമ്മൾ ഇതിനകത്ത് കാണേണ്ടതാണ്. എൻ്റെ സഹോദരന്മാർ മൂത്ത സഹോദരൻ തന്നെ മെഡിസിൻ പഠിക്കുകയാണ്. അതും പഠിച്ചത് ബീഹാറിലെ ജംഷഡ്പൂർ ടാറ്റയുടെ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ആ പഠിച്ച സ്ഥലത്തു നിന്ന് അപ്പോൾ ചേട്ടനാണെങ്കിൽ വളരെ 6 അടി പൊക്കവും ഒരു സിനിമാ താരം പോലെ ഇരിക്കുന്ന തരത്തിലൊരു മനുഷ്യനായിരുന്നു. ധാരാളം പ്രണയങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കാണാം. ഇന്ത്യ കൊണ്ടുവരുന്ന ബുക്കും സാധനത്തിനകത്തൊക്കെ പടം വരച്ച് വെച്ചിരിക്കുന്നതൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പിന്നെ ഒരു പല തരത്തിലുള്ള കവിത, ഈ സ്പോർട്സിനും എടുക്കാനായിരുന്നു. എല്ലാ ഇൻസ്ട്രുമെൻസും വായിക്കാൻ അറിയാവുന്ന ആളായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടാനൊക്കുന്ന ഒരു രൂപം കൊണ്ടും പെരുമാറ്റം കൊണ്ടുമൊക്കെ അവിടുത്തെ എല്ലാവരുടെയും ഒരു എന്താ പറയണ്ടേ ഇഷ്ടക്കാരനായിട്ടിരിക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണാം. പക്ഷേ ജ്യേഷ്ഠൻ്റെ കൂടെ പഠിച്ചിരുന്ന ഒരാൾ ഫിജിയിലുള്ള ഒരു ഇന്ത്യക്കാരനായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞ് ഇത് പാസ്സായി കഴിഞ്ഞ ഉടനെ ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയാണ്. ചേട്ടനും വരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർ കൂടെ പോകാമെന്ന്. അത് കേട്ട് അമ്മ ആദ്യം ചെയ്തത് ഈ ജ്യേഷ്ഠനെ കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതാണ്. അത് മറക്കണ്ട. എന്ന് പറഞ്ഞാൽ പുറത്ത് പോയി വേറെ അന്യരെ വല്ലതും കല്യാണം കഴിച്ചാലോ എന്ന് പേടിച്ചിട്ടാണ് ഇവിടുന്ന്. പിന്നെ കല്യാണം കഴിച്ചവർ ശരിക്കും പറഞ്ഞാൽ അതിസുന്ദരിയായ ഒരാളെയാണ്. അപ്പോൾ പിന്നെ ജ്യേഷ്ഠന് മറ്റ് പ്രണയങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് അവരിപ്പോൾ ഓസ്ട്രേലിയയിൽ 2 പേരും കൂടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ അമ്മ ഒരു സമയത്തും അമ്മ ഈ പറഞ്ഞ 15 വയസ്സിനകത്ത് ആരെയും പ്രണയിച്ചതിന് മുമ്പേ കല്യാണം കഴിച്ചു പോയി. പ്രണയം എന്ന് പറയുന്നത് അമ്മയെ സമയത്തുള്ള അറിഞ്ഞുകൂടാത്തതായിരുന്നു. മക്കൾ ആരെങ്കിലും പ്രണയിക്കുന്നതിനെ പറ്റി അമ്മയ്ക്ക് സങ്കല്പിക്കാൻ പാടായിരുന്നു. അതുകൊണ്ട് ആ ഒരു സ്ഥലമില്ല. വളരെ എന്താ പറയണ്ടേ, നിർബന്ധമായി വീട്ടുകാർ പറഞ്ഞൊക്കെ അനുസരിച്ച് ചെയ്യുന്നതിനെ പറ്റി മാത്രമേ ഉള്ളൂ. അതിനകത്തൊക്കെ കുറച്ച് സമരമൊക്കെ ചെയ്ത് ഗുരുകുലത്തിലേക്ക് ഞാൻ വീട് വിട്ടു പോകുന്നത് വഴിയാണ് ബാക്കിയുള്ള ചിന്തകളും കാര്യങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഗുരുകുലം വിട്ടു വന്നതിന് ശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ചും എക്സ് നക്സലേറ്റുകളെന്ന് വിളിക്കപ്പെട്ടിരുന്ന സാംസ്കാരിക വേദി പ്രവർത്തകരും നക്സലേറ്റ് പാർട്ടിയിൽ നിന്ന് വിട്ടുവന്നവരുമായിട്ടുള്ള ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു. സച്ചിദാനന്ദനും ബി രാജീവനും ഒക്കെ പറയുന്ന ആൾക്കാരെ പോലുള്ള അവർ TN ജോയി, സുരേന്ദ്ര ബാബു ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ ഗുരുകുലം വിട്ടു വന്നിട്ട് നടക്കുന്ന ഡിസ്കഷൻസ് മുഴുവനും. അപ്പോൾ അതിനകത്ത് ഒരു വലിയ പ്രധാനപ്പെട്ട വിഷയമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ഘടനയും ജനാധിപത്യത്തിനെ പറ്റിയുള്ള സങ്കല്പവും ഫെമിനിസത്തിനെ പറ്റിയുള്ള അറിവുമൊക്കെ ആ ഒരു ഡിസ്കഷനകത്തുനിന്ന് രൂപപ്പെട്ടതാണ്. അതിനു മുമ്പ് ഒരു വേഗമായ ഐഡിയ ഉണ്ട്, ഇങ്ങനെയല്ല സ്ത്രീ പുരുഷ ബന്ധം വേണ്ടതെന്ന് ഞാൻ ഈ ഗുരുകുലത്തിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളം ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഗുരുകുലത്തിനകത്ത് വരും. നിത്യനേതിയെടുത്ത് സംസാരിക്കാനായിട്ടൊക്കെ വരും. അപ്പം നമ്മളിതെല്ലാം എപ്പോഴും കേൾക്കുകയും കാണുകയും ചെയ്യുന്നതാണ്.
ഒപ്പം തന്നെയാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. അവർക്ക് 6 മക്കളെ വളർത്തുമ്പോഴും അവർ തമ്മിലുള്ള ടീമിങ് അപ്പ് എന്ന് പറയുന്നത് കല്യാണം കഴിച്ചുകൊണ്ട് തുടരുന്നവരാണ്, അല്ലാതെ ഇഷ്ടം കൊണ്ട് തുടരുന്നതല്ല. ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ സഹോദരങ്ങളുമൊക്കെ വിവാഹം കഴിച്ച് അവരും എല്ലാം ജീവിക്കുന്നതിനകത്തൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഞാനതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ഥലത്തേക്ക് ആളുകൾ വിളിക്കുന്നിടത്തൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന കുടുംബങ്ങളിലെല്ലാം പോയി താമസിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിയായിരിക്കുന്ന ഒരാൾ വീടുകളിലായിരിക്കും കൂടുതൽ താമസിക്കുന്നത്. അപ്പോഴെല്ലാം നമ്മൾ ഈ പ്രശ്നം കൺഫ്രണ്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള അറിവ് ആ സമയത്ത് തന്നെ ഉണ്ട്. പക്ഷേ അത് ഒരു ഇൻ്റലിജൻ്റായിട്ട് ആ വിഷയത്തിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയുന്നത് ഈ ഗുരുകുലം വിട്ടുവന്ന് ഞാൻ ഈ ഇവിടുത്തെ കേരളത്തിലെ സാംസ്കാരിക വേദി നക്സലൈറ്റ് പ്രവർത്തകരായിരിക്കുന്ന ആൾക്കാരുമായിട്ട് ചേർന്നിട്ട് സൊസൈറ്റി ഫോർ സോഷ്യലിസ്റ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ താമസിച്ചിരുന്ന വീട് ഒരു ലൈബ്രറി ആയിട്ട് മാറ്റുന്നുണ്ട്. അന്റോണിയോ ഗ്രാംഷി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഈ എല്ലാ മാസത്തിലൊരിക്കലെങ്കിലും ഞങ്ങളെല്ലാം കൂടെ ഒന്നിച്ചു കൂടുന്നുണ്ടായിരുന്നു. ഒരു 10-20 പേരെങ്കിലും ഒന്നിച്ചു കൂടും. കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള ഇന്ന് കേരളത്തിൽ നമ്മൾ അറിയപ്പെടുന്ന ബുദ്ധിജീവികളെന്ന് പറയുന്നവർ മുഴുവനാണ്. അവരെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്നിട്ട് ഇത്തരത്തിലുള്ള എല്ലാ വിഷയങ്ങളെയും വളരെ ആഴത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ആ ചർച്ച ചെയ്തതിനകത്തു നിന്നാണ് ഞാൻ ഈ ബന്ധം, അപ്പോൾ ഫെമിനിസമൊക്കെ നമ്മൾ തീവ്രമായി വായിച്ച് പഠിക്കുന്നതും മാർക്സിസം തന്നെ ഞാൻ പഠിക്കുന്നത് അവർക്ക് അറിയുന്നവരാണ്. അവരുടെ ഇടയിൽ അപ്പോൾ അവർ വളരെ സൂക്ഷ്മമായ ലോകങ്ങളിലൂടെ സംസാരിക്കാനും പറയാനും അറിയാവുന്നവരായിരുന്നു അവരെല്ലാവരും. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ശ്രോതാവും പഠിതാവുമായിരുന്നു. രാഷ്ട്രീയമായ മേഖല എനിക്ക് ഗുരുകുലത്തിൽ വെച്ചിട്ടുള്ള അറിവില്ല, ഫിലോസഫിയിലുള്ള അറിവാണ് എനിക്കുള്ളത്. അപ്പം ഞങ്ങൾ തമ്മിലുള്ളൊരു എക്സ്ചേഞ്ച് ഉണ്ട് തമ്മിൽ അങ്ങോട്ട്. പക്ഷേ കൂടുതലും അവരിൽ നിന്ന് ഞാൻ പഠിക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടായ ഫെമിനിസ്റ്റ് കോൺസെപ്റ്റ്സും കാര്യങ്ങളും എല്ലാമായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഈ കുടുംബത്തിനെ പറ്റിയൊക്കെയുള്ള കുടുംബം എന്ന് പറയുന്നതൊക്കെ വളരെ ശ്വാസമുട്ടലുണ്ടാക്കുന്ന ഒരു സാധനമായിട്ടൊക്കെ നമ്മൾ അനുഭവിക്കുന്നു. എല്ലാ വീടുകളിനകത്തും നിർബന്ധപൂർവ്വം ആളുകൾ ആചരിക്കുന്നത് കൊണ്ട് മാത്രം അവരെ ഒന്നിപ്പിച്ച് കൊണ്ടുപോകുന്നതിന് ഈ അമ്മയും അച്ഛനും ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്ന് നടത്തുന്ന വലിയ ഒരു പ്രവർത്തനമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അപ്പം എപ്പോഴും പിണങ്ങി 2 പേരും 2 വീട്ടിലും നിൽക്കുന്നതൊക്കെ നമ്മളെപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചേർക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ, പള്ളിയിലൊക്കെ ആണെങ്കിൽ പള്ളിയിൽ അച്ഛന്മാർ അതിനകത്ത് മുഴുവൻ ഇടപെടുന്ന സ്ഥലങ്ങൾ, ഇങ്ങനെ കുടുംബത്തിനകത്ത് വലിയ ഡിസ്കഷനാണ് 2 പേരെ ചേർത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വത്ത് തർക്കമായിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ ഇഷ്ടാനിഷ്ടങ്ങളുടെ പ്രശ്നങ്ങൾ, കുട്ടി ഉണ്ടായില്ല എന്നുള്ള പറയുന്നത്. ഇങ്ങനത്തെ ഇതെല്ലാം കുടുംബ പ്രശ്നങ്ങളായിട്ട് അതങ്ങ് വ്യാപകമായി നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് വിദ്യാഭ്യാസം നേടാൻ തുടങ്ങുമ്പോൾ തൊട്ട് സ്ത്രീകൾക്ക് അഭിപ്രായങ്ങളുണ്ടാകുന്നതും ഒക്കെ നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി രൂപീകരണവും കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള അറിവൊക്കെ ആ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ ജീവിച്ച വീടിനകത്തെ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് ഞാൻ ഇന്ന് ജീവിക്കുന്നു പറയുന്നോ ഒന്നും തന്നെ അവിടുന്ന് വന്നതല്ല. അവിടുന്ന് നമുക്ക് കിട്ടിയ അറിവെന്ന് പറയുന്നത് മുഴുവനും ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടും ലോകത്തിനെ പറ്റിയുള്ള അത്ര നല്ല അറിവൊന്നുമല്ല എന്ന് പറയേണ്ടി വരും. തെറ്റായിട്ടുള്ള അറിവുകളാണ് അതിനകത്തൂടെയൊക്കെ ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് നമുക്ക് ഈ ജനാധിപത്യപരമായിട്ടുള്ള വീടിനെ പറ്റി, അതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയൊക്കെയുള്ള പഠനവും, അപ്പോൾ രാഷ്ട്രീയ അവബോധം ഉണ്ടാകുന്ന നിലവാരത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. നമ്മളൊക്കെ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള അറിവൊക്കെ ഉണ്ടായി വന്നപ്പോഴാണ് ഇപ്പോൾ ഈ പറയുന്ന നിലവാരത്തിലുള്ള വിഷയങ്ങളൊക്കെ അത് മുഴുവനും ഗുരുകുലം വിട്ടതിന് ശേഷവും കൂടെയാണ് അത് രൂപപ്പെട്ടത്. ജേർണലിസ്റ്റും ഓതറുമായ അമിത പ്രകാശ് മൈത്രേനുമായി നടത്തിയ അഭിമുഖത്തിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് നിങ്ങൾ കണ്ടത്. തുടർന്നും എപ്പിസോഡുകൾ മുടങ്ങാതെ രാത്രി 8 മണിക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടി, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. നിങ്ങൾ ഇവിടെ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പേരുകൾ കഴിയുമെങ്കിൽ ടൈപ്പ് ചെയ്യുക. നന്ദി.